Hi everyone. 24th January shift 2 22nd question ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ന്യൂമറിക്കൽ വാല്യൂ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഹാഫ് ലൈഫ് ഓഫ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് കൈനറ്റിക്സിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക്സിൻ്റെ ഫസ്റ്റ് ഓർഡർ. അപ്പോൾ ലെറ്റ്സ് ട്രൈ ടു സോൾവ് ദ ക്വസ്റ്റ്യൻ. നോക്കുക, ഹാഫ് ലൈഫ് ഓഫ് എ സിങ്ക് 245 days. After X days, 75% of original activity remained. The value of X in days. എത്ര ദിവസത്തിലാണ്? അപ്പോൾ നമുക്കറിയാം നമ്മൾ എഴുതിയ പ്രകാരം we have got T of is equal to 245 days. Or else I can write K is equal to 0.693 by T half 245. അങ്ങനെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് നമുക്ക് എഴുതാം. ടൈം ടേക്കൺ ടി ഈസ് ഈക്വൽ ടു 2.303 ബൈ കെ ഇൻ ടു ലോഗ് ഓഫ് A0 ഡിവൈഡഡ് ബൈ എ. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 0.693 into 245 log of 100 by ബാലൻസ് ഉള്ളത് 75. അപ്പം നമുക്ക് ഇതിനകത്ത് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ 2.303യും 0.693യും കൂടെ കട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് log 2. അങ്ങനെയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 245 divided by log 2 0.3010 into log of 4 minus log of 3. So we get T is equal to 245 into log 4 value 0.6020 minus 0.4771 divided by 0.3010. So we get T is equal to 245 into 6020 നിന്നും നമ്മൾ ആരെ കുറയ്ക്കുക അല്ലേ? അപ്പോൾ 0.6020 അല്ലേ? അപ്പം നമ്മൾ കുറയ്ക്കുക, ഏകദേശം വിൽ ബി ഗെറ്റിംഗ് 0.125. Almost will be getting 0.125 divided by 0.3010. ഈ 0.125 നമുക്ക് വേണമെങ്കിൽ താഴെ 1/8 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ബാലൻസ് പാർട്ട് ഐ എം റൈറ്റിംഗ് ഹിയർ 245 divided by 8 into 0.3010. So we'll be getting 245. Okay. And 0.2480. ഇതാണ് നമുക്ക് ഏകദേശം വരുന്ന വാല്യൂ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 100 അടുപ്പിച്ച് നമ്മൾ ആൻസർ വരും. ബട്ട് പ്രോപ്പർ ആൻസർ ദേ ആർ ഗിവൺ ആസ് 102. പ്രോപ്പർ ആൻസർ സോ ഓൾമോസ്റ്റ് നമുക്ക് എത്രയാ 100 അടുപ്പിച്ച് വരും. പക്ഷേ ഫൈൻ കാൽക്കുലേഷൻ എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂയിൽ ചെയ്യണം. നമ്മൾ ആൻസർ പ്രോപ്പർ ആൻസർ ആയിട്ട് അവർ തന്നിരിക്കുന്നത് 102 ആണ്. താങ്ക് യു.